നിഖിൽ അളവൂർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുകയാണ്. നിഖിൽ ആശുപത്രിയിലാണുള്ളത്. ഇപ്പോൾ മരണസംഖ്യ വീണ്ടും കൂടിയെന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 89 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മരിച്ചുപോയവരെ തിരിച്ചറിയാനായിട്ടുള്ള ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടോ? അത്തരത്തിൽ തിരിച്ചറിയുന്നുണ്ടോ? അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ്? തീർച്ചയായും ഇപ്പോൾ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി എത്തുന്നവരുടെ തിരക്ക് തന്നെയാണ് മേപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്ത് കാണുന്നത്. പലരും ഇവിടെ എത്തിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്, തങ്ങളുടെ ബന്ധുക്കളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ മരണസംഖ്യ വീണ്ടും ഉയർന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടേക്ക് അല്പസമയത്തിനകം എത്താനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത്. ഇവിടെ നിലവിലുള്ളത് 48 മൃതദേഹങ്ങളാണ്. അതിൽ 35 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെ തിരിച്ചറിയാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിയുന്നതിലെ പ്രധാന തടസ്സമായി വരുന്നത് ഒരു വീട്ടിലോ അല്ലെങ്കിൽ അടുത്തടുത്ത വീട്ടുകളിലോ ഉള്ള മുഴുവൻ ആളുകളും ഈ ദുരന്തത്തിൽ പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പരിക്ക് പറ്റിയ പലരും ആശുപത്രികളിൽ ചികിത്സയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ തന്നെ പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മറ്റൊന്ന്, ഈ കാണാതായ സുഹൃത്തുക്കളും അതായത് ആ പ്രദേശത്ത് താമസിക്കുന്നതാണെന്ന് അറിയാം, പക്ഷേ അവരുടെ ബന്ധുക്കളെ കുറിച്ചൊന്നും വിവരമില്ലാത്ത അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇവരുടെ ഫോട്ടോകളും മറ്റുമായി ഈ ആശുപത്രിയിലേക്ക്, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തി തങ്ങളുടെ സുഹൃത്തുക്കൾ ഇക്കൂട്ടത്തിലുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എത്തിച്ച മൃതദേഹങ്ങൾ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക, അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന നടപടിക്രമം. അത് കൃത്യമായി ഇവിടെ പുരോഗമിക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മുണ്ടക്കൈയിലേക്ക് സൈന്യം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്നലെ പുലർച്ചെയോടെ ഉണ്ടായ ഈ മണ്ണിടിച്ചിലിന് ശേഷം പുറത്തു നിന്നൊരു സംഘം ആദ്യമായി ആ മുണ്ടക്കൈയിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. അപ്പോൾ അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളുണ്ടാവും. രാവിലെയൊക്കെ നമ്മൾ കണ്ടതാണ്, കഴുത്ത് മാത്രം മണ്ണിന് പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിലൊക്കെ ആളുകളെ രക്ഷിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ മുണ്ടക്കൈയിൽ എന്താണ് സാഹചര്യം എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ അതൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഇതുവരെ ഈ രക്ഷാപ്രവർത്തക സംഘത്തിന് കാര്യമായി എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എന്താണ് സാഹചര്യം, അവിടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടോ, പരിക്ക് പറ്റി കഴിയുന്ന ആളുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ കൂടുതൽ പേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിൽ ഈ 2 ആശുപത്രികളിലേക്കും വയനാട് തന്നെ ഈ മേപ്പാടിയിൽ തന്നെയുള്ള വിംസ് ആശുപത്രിയിലേക്കും ഒപ്പം മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ 8 ടേബിളുകളിലായി ഒരേ സമയം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവിടെയുള്ള മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇവിടെ നിന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാഴ്ച എന്ന് പറയുന്നത്, ഉറ്റവരെ തേടി അവിടെയുള്ള ഓരോ മൃതദേഹങ്ങൾക്ക് മുന്നിലും എത്തി പരിശോധന നടത്തുന്ന ആളുകൾ തന്നെയാണ്. അത്തരത്തിൽ ഈ ബന്ധുക്കളെ തിരിച്ചറിഞ്ഞ് പൊട്ടിക്കരയുന്ന ആളുകളെയും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഈ വിവിധ ആശുപത്രികളിൽ പരിശോധന നടത്തി പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ആശുപത്രികളിലേക്കെല്ലാം തന്നെ ആളുകൾ ഇങ്ങനെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമായും നടക്കുന്നത്. അത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. മറ്റൊന്ന്, ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ക്യാമ്പിലും നിരവധി ആളുകൾ ഇപ്പോൾ, അതായത് നേരത്തെ ലഭിച്ച മുന്നറിയിപ്പ് പ്രകാരം ഉൾപ്പെടെ അവിടെ നിന്ന് മാറി താമസിച്ച ആളുകളെല്ലാം ഇപ്പോൾ ക്യാമ്പുകളിലുണ്ട്. ക്യാമ്പുകളിലും സജീവമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബന്ധുക്കളെ കാണാതായവർ ഉൾപ്പെടെ എല്ലാം തന്നെ ഈ ക്യാമ്പുകളിൽ വളരെ നിരാശരായി വളരെ സങ്കടത്തോടെ അവരെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതും കാത്തു നിൽക്കുന്ന കാഴ്ചകളും എല്ലാം കാണാനാവുന്നുണ്ട്. ഏതായാലും ആ ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ പോലെ തന്നെ സങ്കടകരമായ കാഴ്ചകളാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഒപ്പം മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലും എല്ലാം കാണാൻ സാധിക്കുന്നത്. ശരി നിഖിൽ.